പൊന്നാനിയിൽ പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 350 പവൻ സ്വർണം കവർന്ന കേസിൽ മികവുറ്റ അന്വേഷണത്തിലൂടെ കേസിലെ പ്രതികളെയും തൊണ്ടിമുതലും കണ്ടെടുത്ത് പോലീസ്. പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തെ വീട്ടിലാണ് കവർച്ച നടന്നത്. കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവും കുടുംബവും 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത്. മോഷണം നടന്ന വീട്ടിൽ റൂമുകളും അലമാരകളും തുറന്നിട്ട നിലയിൽ കാണുകയായിരുന്നു. വീടിനകത്ത് ലോക്കറിൽ സൂക്ഷിച്ച 2 കോടിയോളം രൂപ വില വരുന്ന 350 പവനോളം സ്വർണമാണ് നഷ്ടമായത്. മലപ്പുറം SP, തിരൂർ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. കേസിൽ 1-ാം പ്രതിയായ തൃശൂർ വാടാനപ്പള്ളി സ്വദേശി രായൻമരക്കാർ വീട്ടിൽ സുഹൈൽ പൊന്നാനി കരമ്പനയിൽ ഭാര്യയുടെ വീട്ടിൽ താമസിച്ചു വരവെയാണ് കവർച്ച നടത്തിയത്. കവർച്ച മുതൽ വിൽക്കാനും മറ്റും സഹായിച്ച പൊന്നാനി കടവനാട് സ്വദേശി അബ്ദുൾ നാസർ, പാലക്കാട് കാവശ്ശേരി സ്വദേശി മനോജ് എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട്. അബ്ദുൾ നാസർ കള്ളനോട്ട് കേസിലും പ്രതിയാണ്. 8 മാസം നീണ്ട കേരള പോലീസിന്റെ അഭിമാനം കാത്ത മലപ്പുറം ജില്ലാ പോലീസിന്റെ അന്വേഷണ മികവിന് അടിവരയിട്ട അത്യന്തം സസ്പെൻസ് നിറഞ്ഞ സിനിമാ കഥകളെ വെല്ലുന്ന ക്ലൈമാക്സോടെ പോലീസിനെ കുഴക്കിയ പൊന്നാനിയിലെ മോഷണ കേസിന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിടിയിലായ സമയം തന്നെ ബാക്കിയുള്ള സ്വർണം നഷ്ടപ്പെട്ടത് നമ്മൾ റിക്കവർ ചെയ്തതിന് ആദ്യഘട്ടത്തിൽ റിക്കവർ ചെയ്ത 1 കിലോയിലധികം സ്വർണത്തിൻ്റെ ബാക്കി സ്വർണ്ണമുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു വ്യക്തിയുടെ വീട്ടിലുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ആദ്യം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത്. അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ പോലീസ് ടീം ഉടനടി തന്നെ ഈ സംഭവ സ്ഥലത്ത് ചെന്ന് അത് വെരിഫൈ ചെയ്ത് അത് ക്രോസ് ചെയ്യിപ്പിക്കുകയും ചെയ്തതോടുകൂടി ആ വാദം പൊളിയുന്ന ഘട്ടത്തിൽ ആണ് നേരത്തെ ഉണ്ടായിരുന്ന റൂമറുകൾ പ്രകാരം ഈ കേസിൽ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള 2 പേരും, ഒരു പ്രഭുവും സെന്തിലും, മുൻ ക്രൈമുകളിൽ ഉൾപ്പെട്ടിരുന്ന അവരിതിനകത്ത് പങ്കെടുത്തുവെന്നും അവരുടെ പങ്കാണ് ഇനി കിട്ടാനുള്ളതും എന്നുള്ള രീതിയിൽ ഒരു ഭാഷണമുണ്ടായത്. അതിൽ ഉടനടി തന്നെ പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം ഒട്ടും വൈകാതെ തന്നെ തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് അവിടുത്തെ ACPയുടെ സഹായത്തോടു കൂടി പ്രഭു എന്ന മുൻകാലത്തിൽ ക്രിമിനൽ റെക്കോർഡ്സുള്ള വ്യക്തിയെ കണ്ടെത്തുമ്പോൾ അയാൾ കുറച്ചധികം കാലമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഒരു വാഹനം ഓടിക്കൽ കാര്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഒട്ടും സമയം കളയാതെ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും ഈ പ്രതിയെ ക്രോസ് ചെയ്തതിനകത്ത് ആ വാദവും പൊളിയുന്നൊരു ഘട്ടം വന്നു. അപ്പോൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡി. പരാതിക്കാരനും കുടുംബവും പോലീസിനോടുള്ള തങ്ങളുടെ നന്ദി അറിയിച്ചു. പൊന്നാനി MLA T നന്ദകുമാർ മലപ്പുറം പോലീസിന്റെ അന്വേഷണ മികവിനെ പ്രത്യേകം അഭിനന്ദിച്ചു. മികവുറ്റ അന്വേഷണത്തിലൂടെ കേസിലെ പ്രതികളെയും തൊണ്ടിമുതലും കണ്ടെടുത്ത പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവിധ കോണുകളിൽ നിന്നും അഭിനന്ദന പ്രവാഹം തുടരുകയാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് IPSന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി E ബാലകൃഷ്ണൻ, പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത്, പോത്തുകൽ പോലീസ് ഇൻസ്പെക്ടർ ദീപ് കുമാർ, തിരൂർ ഇൻസ്പെക്ടർ KG ജിനേഷ്, പൊന്നാനി സബ് ഇൻസ്പെക്ടർ അരുൺ, പൊന്നാനി പോലീസ് സ്റ്റേഷൻ ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ, തിരൂർ, കൊണ്ടോട്ടി, നിലമ്പൂർ, മലപ്പുറം, പെരിന്തൽമണ്ണ സബ് ഡിവിഷനുകളിലെ ഡാൻസ് ഓഫ് അംഗങ്ങൾ, തിരൂർ DYSP ഓഫീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഈ ചാനൽ ന്യൂസ് പൊന്നാനി. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.